മാക്സിമം ഉപയോഗിച്ച് തീർത്തു. നമ്മൾ ചിരിച്ച് വാർത്തിട്ടുണ്ട്. ഒരു സൈക്കോ വേട്ടവളിനെ കണ്ടോ, കൂടുകൂട്ടി ഇപ്പം തന്നെ പൊട്ടിയിട്ടുണ്ട് ഈ ബയറിങ് ഇടുന്ന. ഹലോ ഗൈസ്, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്ന് സ്പ്ലെൻഡറിലാട്ടോ, പഴയ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിൽ. അപ്പോൾ ഏകദേശം 21 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഇപ്പോൾ ഒരടി അനങ്ങയില്ല, വണ്ടി കിടന്ന് കറങ്ങേ ഉള്ളൂ. നമ്മുടെ ചെയിൻ ബോക്സ് അല്ല, ചെയിൻ സോക്കറ്റ് ഫുള്ള് പോയിട്ടുണ്ട്. മാക്സിമം ഉപയോഗിച്ച് തീർക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത്ര ഉപയോഗിച്ച് തീർത്ത് നമ്മൾ ചെയിൻ സ്പോക്കറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അത് വഴിയെ വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയിൻ സ്പോക്കറ്റ് ചേഞ്ച് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വണ്ടി മൊത്തത്തിലൊന്ന് സർവീസ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സാധനമാണ് നമ്മൾ ചെയിൻ ബോക്സ് അല്ല, ചെയിൻ സോക്കറ്റ് മാറുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഈ വണ്ടിയിലാണ്. ഏകദേശം 21 പഴക്കമുള്ള വണ്ടിയാണ്. ഹീറോക്കാർ വീണ്ടും വണ്ടി ലോഞ്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ച് സ്പ്ലെൻഡർ മറ്റേ RX ഒക്കെ പോലെ ഡിമാൻഡുള്ള വണ്ടിയാണ്. ഹീറോക്കാർ ഇപ്പോഴും വണ്ടി സാധനം ഇറക്കിയിട്ടും, പുതിയ സ്പ്ലെൻഡർ ഇറക്കിയിട്ട് പോലും ഈ Euro 1 Euro 2 വണ്ടിയൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഡിമാൻഡുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ഹീറോക്കാർ വീണ്ടും ഇറക്കിയത് കൊണ്ട് ചെയിൻ സ്പോക്കറ്റും ചെയിനും ഒക്കെ പാർട്സൊക്കെ അവൈലബിളാണ്, കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുതിയ ചെയിൻ സ്പോക്കറ്റ്, ഇപ്പോൾ അതായത് പുതിയ ഇറങ്ങുന്ന BS6 BS4 വണ്ടിയുടെയൊക്കെ ചെയിൻ ബോക്സിനകത്ത് ടീത്ത് കൂടുതലാണ്, ഇതിന് ടീത്ത് കുറവാണ്. ഇതിന് 45 ടീത്തോ 43 അങ്ങനെ ഒരു കണക്കുണ്ട്. അപ്പം ചെറിയ പാർട്സൊക്കെ പുതിയ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബാക്കി ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ, എൻജിൻ ഭാഗമായ പാർട്സൊക്കെ ഇപ്പോഴും പഴയതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും വണ്ടി ഇറങ്ങുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അസംബ്ലി മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ റേറ്റ് വളരെ ചെറുതാണ് കേട്ടോ. പഴയ ആൾക്കാരൊക്കെ കൊണ്ട് നടക്കുന്നത് വിൽക്കാത്തതിന് കാരണമെന്ന് പറയുന്നത് കുഞ്ഞു സാധനങ്ങൾക്ക് ചെറിയ റേറ്റുകളേ ഉള്ളൂ. ചെറിയ റേറ്റും വലിയ ഉപകാരവും. അതുകൊണ്ട് ഈ സാധനം ആൾക്കാർ കൊടുക്കുന്നില്ല. ഈ സ്പ്ലെൻഡർ പോലുള്ള വണ്ടി, സ്പ്ലെൻഡർ CT100 അങ്ങനെ കുറേ ഹീറോ വണ്ടികളുണ്ടല്ലോ, അതൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. ആൾക്കാർക്ക് ഡിമാൻഡ് ഇപ്പോഴും ഇഷ്ടമാണ് ഈ ഹീറോ സ്പ്ലെൻഡർ. നമ്മുടെ ചെയിൻ്റെ അവസ്ഥ നമുക്ക് കാണിക്കും. ചിന്തിക്കണം, ഫുള്ള് പോയി, ഫുള്ള് സൗണ്ടാണ് മൊത്തം. ഉണ്ടോ പല്ലിൻ്റെ അവസ്ഥ ഉണ്ടോ, എല്ലാം തേഞ്ഞ് മാക്സിമം ഉപയോഗിച്ച് തീർത്തു. അപ്പോൾ സ്ലിപ്പാകാൻ തുടങ്ങി, പുറകോട്ട് പോകും, ഉള്ളിലോട്ട് സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പം കണ്ടോ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറാനായിട്ട് ചെയിൻ ബോക്സും ടയറും പിന്നെ നമ്മുടെ കോയിൻ്റെ അവിടുത്തെ കവറും എല്ലാം മാറിയിട്ട് വേണം നമുക്കിനി മാറാനായിട്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് സെറ്റ് ചെയ്യാം. ഒരു സൈക്കോ വേട്ടവളിനെ കണ്ടോ, കൂടുകൂട്ടി വെച്ചേക്കുന്നു. പുള്ളിക്ക് വേറൊരു സ്ഥലവും കിട്ടിയില്ല കൂടുകൂട്ടി വെക്കാൻ. അഴിക്കുമ്പോൾ അവിടെ വൃത്തിയായിട്ട് മൊത്തം അഴിച്ച് മാറ്റണം. അപ്പം നമ്മൾ ബാക്കിലെ വലിയ സ്പോക്കറ്റ് ഇടുന്ന ആ ഹബ്ബ് ഊരുക, പിന്നെ ചെറിയ സ്പോക്കറ്റ് ഊരി എടുക്കുക, പിന്നെ പഴയ ചെയിൻ ഊരി മാറ്റുക. ഫ്രണ്ട് സ്പോക്കറ്റിൻ്റെ അവസ്ഥ ഇതാണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, കുറേ തിളങ്ങുന്ന സാധനങ്ങൾ, ചെയിൻ്റെ എല്ലാ ഭാഗവും ഒടുങ്ങി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫുള്ള് നമുക്ക് വൃത്തിയാക്കി എടുക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനം ഇതാ മൊത്തം അഴിച്ച് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഒരു സാധനം ഉപയോഗിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മളിത് ഫുള്ള് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ മൊത്തം പല്ല് നമ്മൾ ചിരിച്ച് വാർത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഊരി നമുക്ക് പുതിയ സ്പോക്കറ്റ് ഇത് ഇടാം. Euro 1 Euro 2 വരുന്ന സ്പോക്കറ്റിൻ്റെ സൈസ് വരുന്നത് ഡയമണ്ടിൻ്റെയാണ്. K20 എന്ന് പറയുന്ന മോഡലാണ്. ഏകദേശം 650 രൂപ റേറ്റ് ഉണ്ട്. പുതിയ സാധനം ഇതും ഡയമണ്ടിൻ്റെ തന്നെ 43 ടീത്ത്. അപ്പം നമുക്കിത് ഇവിടെ സെറ്റ് ചെയ്യണം. പിന്നെ ഫ്രണ്ടിലെ കുഞ്ഞ് സ്പോക്കറ്റ് 14 ടീത്ത്, 14 ടീത്തിൻ്റെ കുഞ്ഞ് സ്പോക്കറ്റും പിന്നെ സ്ക്രൂ ഒക്കെ ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയുടെ മേടിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, ഈ ഒരു ബോൾട്ട്. അപ്പോൾ നമുക്കിത് ടയറിൽ നിന്ന് ഇത് ഊരി കളഞ്ഞിട്ട് വേട്ടവളിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട്. അപ്പോൾ വേട്ടവളി ഇതിൻ്റെ ഒരു കാലൊടിഞ്ഞിട്ടുണ്ട്, ഇത് മാറാൻ പറയാം. അപ്പം നമുക്ക് ഈ ഒരു സ്പോക്കറ്റ് ചേഞ്ച് ചെയ്യാം. സ്പോക്കറ്റ് ഹബ്ബ് നമ്മൾ ടയറിൽ മൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ നട്ടെല്ലാം അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മാറ്റിയിട്ട് പുതിയത് വെക്കുന്നു, അഴിച്ചതുപോലെ തന്നെ തിരിച്ച് വെക്കുന്നു. പിന്നെ ഓവർ ടൈറ്റ് ആകാൻ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ഹബ്ബ് മൊത്തത്തിൽ മാറേണ്ടതായിട്ട് വരും. അങ്ങനെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഈ സ്പോക്കറ്റൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ചെയിൻ്റെ ഇവിടെ തന്നെ ഒരു ബയറിങ് വരുന്നുണ്ട്. ആ ബയറിങ് കൂടെ നമ്മൾ മാറേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ ഹബ്ബ് തന്നെ പൊട്ടിയിട്ടുണ്ട് ഈ ബയറിങ് ഇടുന്ന ഭാഗത്ത്. അപ്പോൾ നമ്മൾ ആ ബയറിങ് മാറാതെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി നിങ്ങൾ മാറുന്ന സമയത്ത് ഈ ഒരു ചെയിൻ ബയറിങ് കൂടെ മാറിയാൽ നല്ല സ്മൂത്തായിട്ടുള്ള ചെയിൻ്റെ പെർഫോമൻസ് കിട്ടുള്ളൂ. ആ കുഞ്ഞ് സ്പോക്കറ്റ് ഇടുന്ന ഭാഗത്തൊക്കെ നമ്മൾ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആ ചെറിയ സ്പോക്കറ്റ് ഇട്ട് നമ്മൾ ആ ലോക്ക് സെറ്റ് ചെയ്ത് നട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നു. ചെറിയ പോക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇനി ചെയിനും കൂടി ഇട്ടേക്കാം.
എൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ചെയിൻ്റെ ലോക്കെല്ലാം സെറ്റ് ചെയ്തു. ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്കിനി ഇതിൻ്റെ ഹബ്ബ് ഇനി കിട്ടുമ്പോൾ സെക്കൻഡ് വല്ലതും കിട്ടുമ്പോൾ നമുക്കിതൂടെ മാറി വീൽ ബയറിങ് കൂടെ മാറാൻ പറ്റുള്ളൂ. ഇവിടെ ചെറുതായിട്ട് ആന ബോണ്ട് സീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയ വണ്ടിയല്ലേ, ഇപ്പോൾ 20 കൊല്ലം പഴക്കമായതുകൊണ്ട് നമ്മൾ നട്ടിലൊന്നും വലിയ ടൈറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ ആന ബോണ്ട് തേക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചെയിനിൽ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ കോയിലിന് അങ്ങോട്ട് ഓയിൽ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കുകയാണ് നമ്മൾ ആന ബോണ്ട് അവിടെ തേക്കുന്നത്. പിന്നെ നമ്മൾ ചെയിനും ടൈറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഹബ്ബും ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓയിലും ഒഴിച്ച് നമ്മുടെ ചെയിൻ്റെ പരിപാടി തീർന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചെയിൻ ബോക്സും കാര്യങ്ങളൊക്കെ തിരിച്ച് കയറ്റി വെച്ച് കഴിഞ്ഞു. ഇവിടെ സാധാരണ ആരും അനാബോണ്ടൊന്നും തേക്കാറില്ല, പക്ഷെ നമുക്ക് തേക്കേണ്ടതാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പുതിയ V6 വണ്ടികളൊക്കെ ഇങ്ങോട്ട് കോയിലും 1 വേ ക്ലച്ചും പിന്നെ സെൽഫിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിന് ഒന്നുമില്ല, ആകെ ഇവിടെ ഒരു കോയിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ട് കോയിലിൻ്റെ അങ്ങോട്ട് ഓയിലൊന്നും ചെല്ലണ്ട. നമ്മളിവിടെ ചെയിനിൽ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് അങ്ങോട്ട് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത്ര പഴക്കമുള്ള വണ്ടിയല്ലേ, നട്ടൊന്നും അധികം ടൈറ്റ് ചെയ്യേണ്ടതും നല്ലപോലെ മുറുക്കുന്നില്ല. അതുകൊണ്ട് ചെറിയ അനകൊണ്ട് തേച്ചിട്ട് മുറുക്കുവാണെങ്കിൽ നമ്മൾ അധികം പിടിക്കുകയും വേണം. റെസ്റ്റ് ഡ്രൈവ് അടിച്ച് വരാം. ഒട്ടും ഓടുന്നില്ലായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കോൺസെപ്റ്റ് ചെറിയ ഇളക്കം പോലെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർ സ്പ്ലെൻഡർ ലവേഴ്സിന് അയച്ചു കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം.